സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിലെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നേമിച്ചിരിക്കുന്നു എന്ന മെസ്സേജിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദാമും ഹവ്വയെ തെറ്റിച്ച് കളഞ്ഞപ്പോൾ പിന്നെ അവനെ വാഴാൻ സമ്മതിക്കുമോ? വാഴാനായിട്ട് ദൈവം വിടുവോ? ഇന്നത്തെ തലപ്പത്തിരിക്കുന്ന ശുശ്രൂഷകന്മാരായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ അവർ പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല. വ്യഭിചാരം ചെയ്ത് അതൊന്നും കുഴപ്പമൊന്നുമില്ല. കള്ളക്കണക്ക് നിരത്തി വെച്ച് കാശ് വെട്ടിച്ചെടുത്ത് അതൊന്നും കുഴപ്പമില്ല. സിനിമയും നാടകവും കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വന്ന് മേശ എടുക്കുന്നത് അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്ന പുള്ളി അതിൽ വരെയും കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് കുഴപ്പമുണ്ടാകണേ? ദൈവമക്കളെ ആടിപടലം തെറ്റിക്കിടക്കുക. ജീവന്റെ ഉറവയായ എന്നെ വിട്ടിട്ട് എന്ത് ചെയ്യുന്നു? പ്രവാചകൻ പറയുന്ന ഭാഷ, പൊട്ടക്കിണറുകളെ കുഴിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിനെ വിട്ടിട്ട് നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? കർത്താവ് ചോദിക്കുക ആദാമിനെ ഹവ്വയോട്. അവരെന്ത് ചെയ്തു? അവരൊരു അത്തിയില തുന്നിക്കൂട്ടി റെഡിയായി വിടും. അതുപോലെ ഇന്ന് പെന്തക്കോസ്തുകാർ അത്തിയില തുന്നിക്കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. യഥാസ്ഥാനപ്പെടാൻ അവർക്ക് മനസ്സില്ല. ഹല്ലേലൂയ. നിന്റെ അത്തിയുടെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ദൈവം നിന്നെ നീതീകരിച്ച നീതിൻ വസ്ത്രം, ദൈവം നമുക്ക് തന്ന രക്ഷാവസ്ത്രം അത് ഉടുക്കണം, അല്ലാതെ രക്ഷയില്ല. ആ രക്ഷാവസ്ത്രത്തിൽ കറ പുരണ്ടിരിക്കുകയാണെന്നാണ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ലവോദിക്ക കർത്താവിന്റെ വരവിന് മുൻപുള്ള സഭയുടെ ചിത്രം അവിടെ നമ്മൾ കാണുന്നത് 3 ഗ്രൂപ്പുകാരെ. ഒന്ന് ആത്മീയ കുരുടന്മാർ, ആത്മീയ ദരിദ്രന്മാർ, ആത്മീയ നഗ്നന്മാർ. ആരാണ് ഈ ആത്മീയ കുരുട്? പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടിൽ ദൈവവചനം പ്രസംഗിക്കാത്തവർ, ആത്മാവിൽ വചനം പ്രസംഗിക്കാത്തവർ, ആത്മാവിനനുസരിച്ച് നടക്കാത്തവർ ആത്മീയ കുരുടന്മാരാണ്. ആരാ? ആത്മീയ ദരിദ്രർ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം, ഉപനീതി, അതാണ് ദൈവസഭയുടെ ഉപദേശം. അത് വിട്ടുകളഞ്ഞപ്പോൾ സഭ ദാരിദ്ര്യത്തിലേക്ക് പോയി. ഉപനീതി പത്യവചനം അത് വിട്ടുകളഞ്ഞപ്പോൾ സഭ ആത്മീയ ദാരിദ്ര്യത്തിന്റെ മടിത്തട്ടിലേക്ക് പോയി. ഇനി ആരാ പാസ്റ്ററെ ആത്മീയ നഗ്നൻ? ദൈവം കൊടുത്ത രക്ഷാവസ്ത്രം, ദൈവം കൊടുത്ത നീതിൻ വസ്ത്രം അത് അശുദ്ധമാക്കി, അത് മലിനമാക്കി, അത് നഷ്ടപ്പെടുത്തിയപ്പോൾ നഗ്നനായി മാറി. ഈ ആത്മീക നഗ്നത, ആത്മീക കുരുട്, ആത്മീക ദാരിദ്ര്യം മാറി സഭ പൂർണ്ണതയിലേക്ക് വരാതെ കർത്താവിൻ്റെ വരവിൽ പോകാൻ പറ്റുകയില്ല. ഇതാണ് എനിക്ക് കിട്ടിയ പഠനം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, വചനത്തിലൂടെ തെളിവുകൾ തന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ വിഷയങ്ങൾക്കെല്ലാം വാക്യങ്ങളുണ്ട്. എൻ്റെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരിക. അപ്പോൾ വാഴാനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കി, അനുസരണക്കേടുകൊണ്ട് തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാനിട വന്നു. ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നഷ്ടപ്പെട്ട് മനുഷ്യൻ എവിടെ വീണുപോയോ അതേ പുസ്തകത്തിന്റെ അവസാന താളുകളിലേക്ക് വരുമ്പോൾ തന്നെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് ദൈവം ശക്തമായ പ്രസ്താവന ഇവിടെ നടത്തി. അതാണ് മനുഷ്യനോടുള്ള സ്നേഹം. അതാണ് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിലാ പിശാചിനെ സൃഷ്ടിച്ചത്. ആ പിശാച് ദൂതന്മാരായിട്ട് ആ പിശാചിനെ സൃഷ്ടിച്ച ആ പിശാച് ദൈവം എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. അവനെ, സാത്താനെ വെട്ടി. വീടുപോയ സാത്താൻ, വീടുപോയ ദൂതസഞ്ചയം, പിശാചിന്റെ വർഗം. അപ്പൊ പിശാചിന്, ഈ മഹാസർപ്പമായ പിശാചിനൊരു ഒരു ഹൃദയത്തിൽ ഒരു വലിയ ചിന്ത ഉണ്ടായെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ശരിയാകാനാ സാധ്യത. എന്നെ സൃഷ്ടിച്ച് എന്നെ
വെട്ടിക്കളഞ്ഞിട്ട്, എന്നെ ശപിച്ചു കളഞ്ഞിട്ട്, എൻ്റെ മേൽ ശാപം ചൊരിഞ്ഞിട്ട്, അതേ സ്ഥാനത്ത് അവിടെ വെച്ച് മനുഷ്യനെ ഉണ്ടാക്കി നിന്റെ കൂടെ വാഴിക്കാനാണ് നിന്റെ പദ്ധതിയെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതെ, വേദപണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായമായിട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ഉപദേശമായിട്ടൊന്നും എടുക്കരുത്. അങ്ങനെ മനുഷ്യനെ ദൈവം സ്തോത്രം, സാത്താൻ എന്ത് ചെയ്തു? തെറ്റിച്ചു കളയുന്നു. അനുസരണക്കേട് കാണിച്ച സാത്താനെയും ദൂതന്മാരെയും വെട്ടിക്കായ സ്ഥാനത്ത് അവിടെ വെച്ച് മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ സാത്താന്റെ വെല്ലുവിളി, ഞാൻ അവനെയും തെറ്റിച്ചു കളയും, ഇവനെ കാണിച്ചു തരാം. അങ്ങനെ തെറ്റിച്ചു സാത്താൻ. അതിനാണ് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ മനോഹരമായി, സർപ്പമോവായ ഉഭയത്തിൽ ചതിച്ചു. ആ ചതിയിൽ നിന്നുള്ള വിടുതൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ദൈവം കൊടുത്തെന്ന് പറയുമ്പോൾ എത്ര സ്നേഹസമ്പന്നനായ ഒരു ദൈവത്തെ കാണുന്നു. നഗ്നരായി തീർന്നപ്പോൾ ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോല് കൊണ്ട് മനുഷ്യനെ ഉടുപ്പിച്ചു. ആ മൃഗം ഒരു യാഗമൃഗമായിരുന്നു. യേശു ക്രിസ്തുവിനെയാണ് ആ മൃഗം കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഞാൻ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ ദൈവം നമ്മളെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പെന്തക്കോ സമൂഹം ഇനിയെങ്കിലും മനസ്സിലാകണം. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂവമ്പഴം, നല്ല പഴുത്ത പഴം, കടിക്കുന്നതിന് മുമ്പ് തന്നെ അത് വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ജാമായി പോകും. നല്ല പഴുത്തിരിക്കുന്നുണ്ട്. അതുപോലെ അങ്ങ് തിന്നാവുന്ന അങ്ങനെ ആരും വിചാരിക്കരുത്. നിത്യജീവൻ സ്വർഗത്ത് പോണ കാര്യം ഈസി ആയിട്ട് നടക്കുമെന്ന് ചിന്തിക്കരുത് എന്നെ പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി അതേ ഉള്ളൂ. ന്യൂട്രൽ പരുവത്തിൽ ആർക്കും സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. തൻ്റെ പുത്രന്റെ സ്വരൂപത്തിൽ അനുരൂപരാകാൻ പറ്റത്തില്ല. അതിനാണ് ഞാൻ സാധാരണ ഈ ദിവസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടാകണം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളാകണം. അല്ലാതെ അത് നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. കൈയും കാലിട്ട് അടിച്ചുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെ ഊരിത്തിരിഞ്ഞ് വരുന്ന ഉപദേശമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നമ്മളിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിൻ്റെ വചനം വസിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കും. അഥവാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അപ്പം നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കും. ആ പാപത്തിൽ നമ്മൾ മുൻപോട്ട് പോകത്തില്ല. കാരണം യോഹന്നാൻ അപ്പോസ്തലൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, നാം നമ്മിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മൾ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ പാപം വരുമ്പോൾ ആ പാപം ഏറ്റുപറഞ്ഞ് അതാത് സമയങ്ങളിൽ ശുദ്ധീകരണം പ്രാപിച്ച് നിരന്നുകൊള്ളണം ദൈവത്തോട്. ഇല്ലെങ്കിൽ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. ദൈവമക്കളെ, കാര്യകാരണ സഹിതം മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിലേ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും. ഇന്നത്തെ പ്രസംഗങ്ങളും ഇന്നത്തെ പ്രബോധനങ്ങളും ഇന്നത്തെ ദൂതുകളൊക്കെ ബഹുഭൂരിപക്ഷവും, ചെറിയൊരു ശതമാനം ഒഴികെ ബഹുഭൂരിപക്ഷം ലോകത്തോട് നമ്മളെ ഇഴുകിച്ചേരാൻ ഇടയാക്കുന്നതാണ്. ഒരു വാസു പറഞ്ഞ ഒരു വിഷയം, ഒരു കാറ് പിടിച്ചോ ചോക്കെ പ്രാർത്ഥിച്ചോ, കാറ് കിട്ടുന്നവരെ. അല്ല, ഒരാൾ പറയാ കാറ് ഇറക്കി തരുമെന്ന്. ഒരു വാസു പറയാ കാറ് ഇറക്കി തരും, നീ പ്രാർത്ഥിക്കുന്ന കാറ് നിനക്ക് ഇറക്കി തരും. പിന്നെ വേറൊരുത്തൻ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണേ, വേറൊരു സഹോദരൻ്റെ ഒരു പൊട്ടത്തരം, ഒരു 5 രൂപ 10 രൂപയുടെ തുട്ട്, അല്ലെങ്കിൽ 1 രൂപയുടെ തുട്ടായാലും മതി, വല്ലവനും കാശ് കൊടുത്ത് മേടിച്ചിട്ടേക്കുന്ന ഭൂമി കയറി നിന്ന് അത് കുടിച്ചിട്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാനിതിന് അവകാശം പറയുന്നു. അവരെങ്ങാനും കണ്ടോണ്ട് വന്നാൽ നിന്റെ ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കുവൻ. വല്ലവനും കാശ് കൊടുത്ത് മേടിച്ചിട്ടിരിക്കുന്നത് 1 രൂപ കൊണ്ടൊന്ന് കുടിച്ചിട്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ. നിനക്കങ്ങനെ കിട്ടിയെന്നൊക്കെ സാക്ഷ്യം പറയാം. അത് പിശാചി എന്നാ, ദൈവം തന്നൊന്നുമല്ല. ഹല്ലേലൂയ. കാരണം അധ്വാനിച്ച് കാശുണ്ടാക്കണം, വേർപ്പോടെ ഭക്ഷിക്കണമെന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. നീ വേർത്താൽ നിനക്ക് നന്മയുണ്ടാകും. വല്ലവരും വേർത്തുണ്ടാക്കിയിട്ടേക്കുന്നത് നമ്മൾ വേർക്കാതെ പോയി തിന്നുക എന്ന് പറഞ്ഞാൽ അത് വചനത്തിന് ചേരുന്നതല്ല ആ ഉപദേശം. അതുകൊണ്ടാണ് ഡിസ്കോ ഡാൻസ് പാടിയൊക്കെ ഇങ്ങനെ നടക്കുന്നത്. പരപരമേശ വരമരുളീശ നീ എത്രേ എൻ രക്ഷാസ്ഥാനമാ, രക്ഷാകേന്ദ്രം എന്നൊക്കെ രണ്ട് വിശുദ്ധന്മാർ പാടിയ പാട്ടൊക്കെ എടുത്ത് വികൃതമാക്കാനുള്ള കാരണം എന്താ? ഈ വല്ലവരും പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ വെള്ള ഉപദേശിമാര്
കള്ള സഹോദരന്മാർ, വെള്ള സഹോദരന്മാർ ഉപദേശത്തിന്റെ പിറകെ പോകരുത്. സായിപ്പിന്റെ വെസ്റ്റേൺ തിയോളജിക്കയുടെ പിറകെ പോകരുതാരും. അവർ വചനത്തെ കോട്ടിക്കളയുന്നവരാണ്, കൂട്ടുചേർക്കുന്നവരാണ്, മറിച്ചു കളയുന്നവരാണ്. ബഹുഭാരിത്വം നിലനിൽക്കുന്ന അമേരിക്കയിൽ പോയി പണ്ട് ഒരു ഉപദേശി പ്രസംഗിച്ച കഥ ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടുപാസ്റ്റർ, 94 വയസ്സായ മരിച്ചുപോയ പാസ്റ്ററിന്റെ കൂട്ടുകാരനായ ഒരു പാസ്റ്റർ, നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു പാസ്റ്റർ, ആരോ ബന്ധക്കാരെ കണ്ട് അമേരിക്ക വിളിച്ചുകൊണ്ടുപോയി അവിടെ പോയി പ്രസംഗിച്ചു. ശക്തമായിട്ട് പ്രസംഗിച്ചു വന്നപ്പോൾ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം ഉപദേശി എന്നൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ജുബ്ബ ഇട്ടേക്കണം. ആ ജുബ്ബടയിൽ കൂടി ഒരു ഇരുമ്പിന്റെ ദണ്ട് വന്ന് തട്ടുന്ന പോലെ തോന്നി കാലിൽ. തൊട്ടടുത്തിരിക്കുന്ന ഒരു വെള്ള പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. എവിടെയും തോക്ക്, വിശ്വാസികളുടെ കയ്യിൽ തോക്കുണ്ടല്ലോ, തോക്ക് സ്പ്രേയും കൊണ്ട് നടക്കാം പലരും. പറ്റിയ വെടിവെക്കാൻ, പറ്റിയ സ്പ്രേ അടിക്കാൻ. ഇതൊക്കെ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ വിശ്വാസിയാണെന്ന് പറഞ്ഞ് കിടന്ന് ഭയങ്കര പ്രസംഗവും. തോക്കെടുത്ത് കാലെ വെച്ചു. സ്റ്റോപ്പ് യുവർ മെസ്സേജ്, വി ഡോണ്ട് വാണ്ട് യുവർ മെസ്സേജ്. ആയിപ്പോ പറയുക. ഉപദേശി പാവം പിടിച്ചു. പ്രസംഗം നിർത്തി 3-4 ദിവസത്തിനുള്ളിൽ പുള്ളി സ്ഥലം വിട്ടെന്നാണ് കേൾവി. പ്രായമുള്ള ആൾക്കാരല്ലേ, അവർക്ക് ജീവിക്കാൻ കൊതി കാണുന്നില്ല. ഈ ജഡീകന്മാരല്ലേ ഇരിക്കുന്ന മുഴുവൻ. സഭകളിലെ മുഴുവൻ ജഡീകന്മാരാണെന്ന്, സഭകൾ മുഴുവൻ കളയാണെന്ന്. പക്ഷേ കളകളുടെ ഇടയിൽ നല്ല വിത്തുണ്ടല്ലോ. ഉണ്ട്, നല്ല വിത്തുണ്ടെങ്കിൽ ആ നല്ല വിത്ത് അതുപോലെ കിടന്ന് കഷ്ടപ്പെടണം. ഈ കളകളുടെ ഇടയിൽ കിടന്ന് കളകൾ വെറുതെ ഇരിക്കുവോ? വിശുദ്ധ ഉപദേശം പറഞ്ഞാൽ കളകൾ വെറുതെ ഇരിക്കുവോ? എടുത്തിട്ട് തൊഴിക്കും, മേയും നമ്മളെ. അതുകൊണ്ട് ആ പൗലോസ് പറഞ്ഞു വെച്ചാൽ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമകെട്ട് നടക്കുന്ന ഏത് സഹോദരനോട് അകന്നുകൊള്ളണം. പാസ്റ്റർ സഹോദരനായാലും കൊള്ളാം, സെൻട്രൽ ആയാലും ലോക്കൽ ആയാലും ഏത് മഹാനാണെങ്കിലും കൊള്ളാം. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് നടക്കുന്നവർ ക്രമകെട്ട് നടക്കുക, അവരോട് അകന്നു മാറണം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആ ശപിക്കപ്പെട്ടവരുടെ കൂടെ നമ്മൾ പോകരുത്. ഊതിയിടുക, ഉന്തിയിടുക, കുരപ്പിക്കുക, ചിരിപ്പിക്കുക, ഛർദിപ്പിക്കുക. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സഭയ്ക്ക് തരാൻ പോകുന്നു, കോടികൾ സഭയിലേക്ക് ഒഴിവ് വരാൻ പോകുന്നു. ഈ പ്രസംഗങ്ങളൊക്കെ അന്യതാ ഉപദേശമാണ്. ഇതെല്ലാം ഈവിൾ സ്പിരിറ്റിൽ നിന്നുള്ള മെസ്സേജുകളാണ്. ഇത് കേട്ടാൽ നമ്മുടെ നിത്യത നഷ്ടമാകും. യാതൊരു സംശയവും കാര്യത്തിൽ. എന്നോട് കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വേദന ഉളവാക്കുന്നതാണെങ്കിൽ വേദന ഉളവാക്കുന്നതാണ്, സംശയമില്ല. വേദന വരണം, ദൈവത്തിന് കിടന്ന് കരയണം, പുതിയ തീരുമാനമെടുക്കണം, ദൈവത്തോട് ഉടമ്പടി ചെയ്യണം, ഈ കള്ളന്മാരുമായിട്ട് കൂട്ടുകൂടില്ലെന്ന് തീരുമാനമെടുക്കണം. എന്താ കുഴപ്പം? ഒരൊറ്റ ആയുസേ ഉള്ളൂ, നഷ്ടപ്പെടുത്തി കളയരുത്. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അൻപുവരാകുവാൻ അവൻ നമ്മെ മുൻനിയമിച്ചിരിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവരെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചോ. പുത്രന്റെ സ്വരൂപത്തോട് അൻപുവരാകണമെങ്കിൽ ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങളിൽ കിടന്ന് സ്വത്രം തലകുത്തി മറിഞ്ഞാൽ നടക്കില്ലത്. സമ്പന്നനായ സക്കായി കർത്താവിനെ കണ്ടെത്തിയപ്പോൾ പകുതി ദർദർ കൊടുത്തു, പിന്നെ ചതിവായി വാങ്ങിയത് 4 മടങ്ങ് കൊടുത്തു. നല്ല ക്ലീൻ പീസായി മാറി. ചില ഈ വണ്ടിക്കച്ചവടക്കാർ അറിയുന്നുണ്ട്, നല്ല ക്ലീൻ പീസാണ്. പുറമേ എല്ലാം പെയിന്റ് അടിച്ചാൽ കുട്ടപ്പനാക്കി കൊണ്ടിട്ടിട്ട് പറയാം ക്ലീൻ പീസാണ്. എല്ലാം തുരുമ്പെടുത്ത് 2-3 വർഷം കഴിയുമ്പോൾ പൊളിഞ്ഞ് നശിച്ച് നാരായണക്കല്ലാവും. പറയണ എന്താ? ക്ലീൻ പീസ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാ ഇത് പറയുന്നത്? സാത്താന്റെ ചതിയിൽപ്പെട്ട് കിടക്കാണ് ഇന്ന് അനേകർ. സർപ്പം ഹവ്വായി ഉപായത്തിൽ ചതിച്ച പോലെ അനേകരെ ചതിച്ചിട്ടിരിക്കുക. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പൗലോസ് പറയുന്നു. സാത്താന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം. വചനത്തെ കോട്ടിക്കളയുന്നത്, കൂട്ടിച്ചേർക്കുന്നത്, മറിച്ച് കളയുന്നത് ദൈവമക്കൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച ഉപദേശത്തിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് സാത്താന്റെ ഉപദേശമാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചതിനെ കോട്ടിക്കളയുന്നത് സാത്താന്റെ ഉപദേശമാണ്, കൂട്ടിച്ചേർക്കുന്നത് സാത്താന്റെ ഉപദേശമാണ്.
അത് മറിച്ച് കളയുന്ന സാത്താൻ്റെ പരിപാടിയാണ്. അത് മനസ്സിലാക്കണം. അവർ പറഞ്ഞു വെച്ചതിനെ ഒരു ദൂതം വന്ന് പറഞ്ഞാൽ പോലും അത് സ്വത്രം വിശ്വസിക്കരുതെന്ന് അവർ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ എന്നുള്ള സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ, ശപിക്കപ്പെട്ടവൻ. ഞാനെന്തിനാ പിന്നെ കുറച്ച് പറയണം? ശപിക്കപ്പെട്ടവരെന്ന് പറയാതെ നല്ലവരെന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ ദൈവം ശാസിക്കില്ലേ? എന്നെ ദൈവം അടിക്കില്ലേ? കാഹളം ധരിക്കാൻ നേരമായി, ദൈവസഭ മാറ്റപ്പെടാൻ നേരമായി. ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ പാർസികൾ, തുർക്കികൾ എന്ന് വേണ്ട അറബ് രാജ്യങ്ങളും മറ്റു ചില രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇസ്രായേൽ പർവ്വത നിരകളിൽ വന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് അവർ 2/3 നശിപ്പിച്ച് അവർ കുത്തിയങ്കിലേക്ക് നോക്കത്തക്ക നിലയിൽ കാര്യങ്ങളുടെ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലാണ് ലോകത്തിലെ നമ്മുടെ കലണ്ടർ. ദൈവത്തിൻ്റെ കലണ്ടർ ഇസ്രായേലാണ്. ദൈവസഭയുടെ കലണ്ടർ ഇസ്രായേലാണ്. ഇസ്രായേലിനെ നോക്കി വേണം നമ്മുടെ ഭാവി നിർണ്ണയിക്കാനെന്ന് കർത്താവ് പറഞ്ഞു. വചനം പറയുന്നു, വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്തിയെ നോക്കി ഉപമ പഠിപ്പി. ഇല തളർത്തു, വേരലെടുത്തു. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുക? ഈയിടയ്ക്ക് ഒരു ക്ലിപ്പ് വന്നു എൻ്റെ ഫോണിൽ. ഒരു സഹോദരൻ ഇട്ടതാ. 300 കോടി വെച്ച് ജനറൽ കൺവെൻഷൻ നടത്താൻ പോകുന്നു ജനുവരി ആകുമ്പോൾ. അതിന് ഫണ്ട് റൈസിങ് തുടങ്ങിയിരിക്കുക. ആർക്കെന്ത് ഗുണം ഇതുകൊണ്ട്? ഗുണമുണ്ട് പാസ്റ്ററെ, ചിലർക്കൊക്കെ ഇതുകൊണ്ട് ഗുണമുണ്ട്. ഓ, അത് ശരി, എന്നാൽ പിന്നെ നടത്തിക്കോ. ഇത്രയ്ക്കോ നിലം വിറ്റതെന്നും പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു മെസ്സേജ് പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണും. പത്രോസിന്റെ ആ വാക്കുകൾക്ക് മറുപടി പറഞ്ഞു, ഇത്രയ്ക്കാ വിറ്റതെന്ന് പറഞ്ഞു. ദുഷ്ടന്മാർ ഒരുത്തെന്നേറ്റ് വരുമ്പോൾ അനന്യാസും സബീറും അവരുടെ കൂട്ടത്തിൽ കാണും ഒരുത്തെന്നേറ്റ് വരാൻ. അല്ല, ഈ പരിശുദ്ധനോട് വേദം കാണിച്ചവരോടെ ഒരുത്തെന്നേറ്റ് വരുന്നത്. ഉയർപ്പുണ്ട്. പണ്ടൊരു നിരീശ്വരവാദി മരിച്ചപ്പോൾ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ്റെ റിലേഷനായിരുന്നു, എറ്റിക്കോവറിൻ്റെ ഒക്കെ റിലേഷനായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആരുമില്ല അടക്കാൻ. കാരണം ഈ പുള്ളിയുടെ എറ്റിക്കോവറിൻ്റെ കൂട്ടുകാരനായി നിന്ന് സഹപ്രവർത്തകനായിട്ട് കൂടെ പോയൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത ആളെ ചത്തു കഴിഞ്ഞപ്പോൾ ഭാര്യ മക്കളെല്ലാം കടുത്ത ദൈവവിശ്വാസികളാണ്. എന്ന് പറഞ്ഞാൽ മാർത്തോമക്കാരോ യാക്കോബക്കാരാണ്. അവർക്ക് അച്ചായനെ പുതപ്പിച്ച് എന്ത് ഈ പാർട്ടിക്കാരടക്കുന്ന പോലെ അടക്കാനൊന്നും അവർ തയ്യാറല്ല. അവർ പറഞ്ഞു, ആരെങ്കിലും ഒരു പാസ്റ്ററെ വിളിച്ച് പ്രസംഗിച്ച് അടക്കണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച പാസ്റ്റർ CC ജോർജ് ചവണിക്കാമണ്ണിൽ പുള്ളിയാ കിട്ടിയത്. പുള്ളിയുടെ സ്വന്തക്കാരനുമാണ്. എറ്റിക്കോവറിൻ്റെയൊക്കെ സ്വന്തക്കാരവർ. അച്ഛൻ വരുമെന്ന് ജോർജ്. പിന്നെ ഞാൻ വരും. നല്ല കഥ. ആള് കൂടും. എനിക്ക് സൂചിയുടെ പ്രസംഗിക്കണം അവിടെ. ഇയാൾ ചത്തതല്ല പുള്ളിക്ക് സൂചിയുടെ പ്രസംഗമാണ് പ്രധാനം. അതാ ദൈവദാസന്മാര് സൂചിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുക അവിടെ. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ആത്മരക്ഷയുണ്ടെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഈ കിടക്കുന്ന വ്യക്തി എങ്ങനെ വിശ്വസിച്ചെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം അത് വിശ്വസിച്ചെങ്കിൽ അദ്ദേഹം അവിടെ കാണും. ഇല്ലെങ്കിലും അദ്ദേഹത്തിനും ഉണ്ട് ഒരു ഉയർപ്പെന്ന് പറഞ്ഞപ്പോൾ സ്വന്തക്കാരെല്ലാം കൂടി എന്നും പറഞ്ഞ് അല്ലൊരു പറയാൻ തുടങ്ങി. എടാ, മരിച്ച പാവികൾക്കും വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും ഉയർപ്പുണ്ട്. ഉയർത്തെഴുന്നേറ്റ് പോകുന്ന സ്ഥലം വല്ലയിടത്തും ഒക്കെ ആയിരിക്കുമെന്നേ ഉള്ളൂ. പണ്ടൊരു കഥ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. കപ്പ്യാരും കള്ളത്തിന് കൂട്ടുന്നവരെല്ലാം കൂടി, കള്ളുടിയന്മാരെല്ലാം കൂടി ഉണ്ട്. ഇവർക്ക് കള്ളുടിയന്മാരാണല്ലോ. നരകത്തിൽ പോയി കിടക്കുക. കിടന്ന് ഒച്ചയിൽ സംസാരിച്ചപ്പോൾ എടാ ഒച്ചയിൽ പറയില്ലേ, ബിഷപ്പ് മുകളിൽ കിടപ്പുണ്ടെന്ന്, മുകളിലത്തെ സെല്ലിൽ പുള്ളി കിടപ്പുണ്ടെന്ന്, ഒച്ചയിൽ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ ഇതെല്ലാം കൂടി എങ്ങോട്ടായി പോണേ? എൻ്റെ ഹൃദയത്തിൻ്റെ നോവ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കർക്കശമായ നിലയിൽ ഇന്ന് ദൈവജനം സംസാരിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? നിത്യതയിലേക്ക് പോകുമോ? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ മുൻനിയമിച്ചു എന്നുള്ള വാക്യം നമ്മളിൽ അന്വർത്ഥമായി തീർന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വിശ്രാമ സ്ഥലത്തേക്ക് പോകുമോ? അല്ലെങ്കിൽ ജീവനോടിരുന്നാൽ കർത്താവ് വരുമ്പോൾ നമുക്ക് ഉയർപ്പ് രൂപാന്തരം കിട്ടുമോ? മരിച്ചുപോയവർക്ക് ഉയർപ്പും ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം, ഇത് രണ്ടിലൊന്ന് കിട്ടുമോ? എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്കത് കിട്ടുമോ? അതാണ് എൻ്റെ വിഷയം. എൻ്റെ ചോദ്യം അതാ. എനിക്ക് നിങ്ങളോട് വേറെ ഒന്നും ചോദിക്കാനില്ല. നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുമോ? നിങ്ങൾക്ക് നിത്യത കിട്ടുമോ? നിങ്ങൾക്ക് 1000 ആണ്ടുവാഴ്ച കിട്ടുമോ? നിങ്ങൾക്ക് പുതിയ ആകാശം പുതിയ ഭൂമി കിട്ടുമോ? നിങ്ങൾക്ക് കർത്താവിനോടൊപ്പം വാഴാൻ പറ്റുമോ? ഏതാം ഭൂകാവനത്തിൽ തോട്ടത്തെ കാവൽ ചെയ്യാനും ദൈവത്തോടൊപ്പം വാഴാനും വേണ്ടി സൃഷ്ടിച്ച മനുഷ്യൻ
പാപം ചെയ്തപ്പോൾ അടിച്ച് പുറത്താക്കിയെന്നാ ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുന്നത്. പിന്നെ ചില സംവിധാനങ്ങളിലൂടെ അവരെ നടത്തിയെടുത്ത് അവർക്ക് യാഗവും പുരോഹിതന്മാരും മറ്റുമൊക്കെ ദൈവം പലതും കൊടുത്ത് അങ്ങനെ ദൈവത്തോട് ഡയറക്റ്റ് ബന്ധപ്പെടാൻ പറ്റാതെ മധ്യസ്ഥനിലൂടെയൊക്കെ ചെന്ന് അങ്ങനെയൊക്കെ സ്തോത്രം. സങ്കീർത്തനം 50-5 വാക്യത്തിൽ യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവിൻ. യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യാഗമൃഗമായി വന്ന് അറുക്കപ്പെടുന്നത് വരെ അവർ ചെയ്തത് എന്താണ്? ഒരു ആട്ടുംകുട്ടിയെ അറുത്ത്, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ അറുത്ത്, അല്ലെങ്കിൽ ഒരു പ്രാവും കുഞ്ഞിനെ അറുത്ത്, അല്ലെങ്കിൽ ഒരു തരി മാവി കൊണ്ട് വന്ന് യാഗം നടത്തി അവർ ടെമ്പററി ആയിട്ടുള്ള റിലീസ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അവരുടെ പാപം മറച്ചു വെച്ചു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യം. സ്വതന്ത്രം. നമുക്ക് ക്ഷമിക്കുകയും മറക്കുകയൊന്നുമല്ല, നമുക്ക് മോചിക്കുകയും ചെയ്ത്. മകനേ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. മർക്കോസ് 2:5-10. മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട് എന്നറിയേണ്ടതിന് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ മോചിച്ചു. അവിടെ കാളക്കിടാക്കളുടെ രക്തം ചൊരിയുന്നതിലൂടെ പാപത്തിന് താൽക്കാലിക ടെമ്പററി ആയിട്ടുള്ള റിലീസേ ഉള്ളൂ അവിടെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അവരെ ലംഘനം ക്ഷമിച്ച് പാപം മറച്ചു കിട്ടിയ മനുഷ്യന്മാർ. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തന 50-5 എഴുതിയത് ഇതാ എഴുതി, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുകയും. യേശുക്രിസ്തുവിന് നിഴലായിട്ടുള്ള അക്ഷരീയ യാഗം കഴിച്ച് നിയമം ചെയ്തവരെ അവിടെ കാണും. അത് ദൈവം അവർക്ക് കൊടുത്ത പ്രമാണമാണ്. നമ്മളോ യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് വീണ്ടെടുപ്പ് കിട്ടിയത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്തു, ദത്തെടുത്തു, വിലയ്ക്ക് വാങ്ങി. അപ്പോൾ എബ്രായത്തിൽ പൗലോസ് എഴുതിച്ചു, സത്യത്തിൽ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി യാതൊരു യാഗവുമില്ല. അഥവാ പാപം വന്നെങ്കിൽ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് പൊക്കോണം. മരണത്തിനേറ്റ പാപം ആരും ചെയ്യരുത്. മരണത്തിലുള്ള പാപം ആരും ചെയ്യരുത്. മരണത്തിനേറ്റ പാപം ആരും ചെയ്യരുത്. പാപത്തോട് പോരാടണം, പാപത്തോട് എതിർത്ത് നിൽക്കണം, പാപത്തെ വിട്ടോടണം, പാപം വാതിൽക്കൽ കിടന്നു പാപത്തെ കീഴ്പ്പെടുത്തണം. ഇതൊക്കെയാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന സത്യം. ഇത് വല്ലതും അങ്ങോട്ട് സങ്കീർത്തനത്തിലും ന്യായപ്രമാണത്തിലും വല്ലതും ഉണ്ടോ? അവർ കുറെ അവരോഹണ ഗീതവും ആരോഹണ ഗീതവും പാടിക്കൊണ്ട് പോയി നമ്മൾ പാടിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? എൻ്റെ കൂടെയുള്ള സഹോദരൻ ഉണ്ടായിരുന്നു, നല്ല കരുത്തനായ ഒരു സഹോദരനാണ്. പുള്ളി എപ്പോഴും പറയും, പാപം ചെയ്തിട്ട് പാവം കുത്തിയിരുന്നൊരു സങ്കീർത്തനം എഴുതി. നമ്മളിപ്പോൾ അതും പാടിക്കൊണ്ടിരിക്കുക. ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. ഓ എൻ്റെ പൊന്നേ, ഏതാണ് അനിഷ്ടമായത് ചെയ്തത്? പറ. സ്തോത്രം. 51 സങ്കീർത്തനം. അതെ, ദൈവമേ, നിന്റെ ദൈവതൊക്കെ ഉണ്ട്, എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ വൃത്തപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കേണ്ട ദൈവമക്കളെ, ഈ സങ്കീർത്തനം പാടിക്കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ദൈവമേ, നിർമ്മലമായ ഹൃദയം സ്ഥിരമായ ആത്മാവിനിൽ പുതുക്കണമേ. സങ്കീർത്തനത്തിലെ ഒരു വലിയ സ്തോത്രം, എന്താ പറയുക, ഒരു തിരിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിക്കുക. സമയത്തിന് മുമ്പോട്ട് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൂറ്റി 9 സങ്കീർത്തനം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദൈവമക്കൾ ഒന്ന് വായിച്ചോ പഠിച്ചോ. കാരണം നമുക്ക് പാടാൻ പറ്റിയ സങ്കീർത്തനങ്ങളല്ലെന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിൽ നിന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നിന്ന് നടത്തണമേ എന്ന് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ നിലവിളി അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം.
എന്നെ പരീക്ഷൻ്റെ നിലവിളി അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ നോക്കണമേ. ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ആ ദാവീദ് പ്രാർത്ഥിക്കുക. സ്തോത്രം, സ്തോത്രം. നമ്മളോ? എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ചോദിക്കാം, നമ്മളോ? ഞാൻ അതിൻ്റെ തിരിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര പേർക്ക് മനസ്സിലാവുന്നൊന്നും എനിക്കറിയത്തില്ല. ആ പ്രാർത്ഥിക്കുക 139 സങ്കീർത്തനത്തിൽ, ദൈവമേ നീ ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതന്മാരെ എന്നെ വിട്ടു പോകുവിൻ. അവർ ദ്രോഹമായി നിന്നോട് സംസാരിച്ചു, നിന്നെക്കുറിച്ച് സംസാരിച്ചു. എൻ്റെ ശത്രുക്കൾ നിന്റെ നാം വൃഥാ എടുത്തിരിക്കുന്നു. യഹോവയെ നിന്നെ പായിക്കുന്നവരെ ഞാൻ പായിക്കേണ്ടതല്ലയോ? എന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ദുഷ്ടത്തോടെ അവരെ ദുഷിക്കുന്നു. ഞാൻ അവരെ എൻ്റെ ശത്രുക്കളായി ഉണ്ടെന്നു. ഇതിനായ പ്രമാണപ്രകാരം ഇത് ശരിയാ. കാരണം പകയ്ക്ക് കണ്ണിന് കണ്ണ് പകരത്തിന് പകരം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളങ്ങനെയല്ല. ശത്രുവിനെ സ്നേഹിക്കണം, ദുഷ്ടനെ സ്നേഹിക്കണം. നമ്മുടെ ശത്രു ആത്മീയമാണ്, പിശാച. ഇസ്രായേൽ മക്കളുടെ ശത്രു പിശാചുമുണ്ട്, ആക്ഷരികവുമാണ്. നമുക്ക് ശത്രുക്കളില്ല. ഉണ്ടെങ്കിൽ അത് സാത്താന, മനുഷ്യരല്ല, ജഡരക്തങ്ങളല്ല. ജഡരക്തങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല. നമ്മുടെ പോരാട്ടം ജഡത്തിലല്ല. ഞാൻ ജഡത്തിൽ സഞ്ചരിക്കുന്നവനും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. കോട്ടകളിൽ ഇടിപ്പാൻ ദൈവത്തിൽ ശക്തിയുള്ളവ തന്നെ. സ്തോത്രം. ഇവിടെ ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചെൻ്റെ നിലവിളി അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ തന്നെത്താൻ ശോധനയിട്ട് വേണം ജീവിക്കാൻ. 1 കൊരിന്ത്യർ 11:28. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു, നിങ്ങളെ തന്നെ പരിശോധിക്കണം. ഗലാത്യർ 6:4 ഓരോരുത്തരും താന്താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യണം. ദൈവത്തെ ശോധന ചെയ്യാൻ ഏൽപ്പിക്കുകയാണ് ദാവീദ് ചെയ്തത്. ഇവിടെ അത് ആത്മാവിൻ്റെ തുടർമാനമായുള്ള പ്രവർത്തനമില്ല. പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ആത്മാവ് നമ്മോട് കൂടെ വസിക്കുക. എവിടെ വസിക്കണം പാസ്റ്ററെ? അല്ല, അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പം അതൊക്കെ മാറി. 1 യോഹന്നാൻ 4:6 പഠിച്ചാൽ, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ല പറഞ്ഞാൽ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വാഞ്ചയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. ദൈവാത്മാവ് വസിക്കണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കണമെന്ന് 1 യോഹന്നാൻ 4:6 നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ ഘനമായ ഒരു പഠനമാണത്. ഒരു ലിറ്റിൽ ബോംബായിട്ടാണ് വചനത്തെ ഞങ്ങളെ പഠിപ്പിച്ചത് ദൈവവൃത്യന്മാർ. ഇവിടെ ദൈവമേ നീ എന്നെ ശോധന ചെയ്യണമേ, ദൈവമേ നീ എന്നെ പരീക്ഷിക്കണമേ. വ്യസനത്തിൽ മാർഗം ഉണ്ടോയെന്ന് എന്നെ നോക്കി നീ എന്നെ ശാസ്ത്രമാർക്ക് നീ നടത്തണം, നീ എല്ലാം ചെയ്യണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. 1 കൊരിന്ത്യർ 11:28. 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. ഗലാത്യർ 6:4 ഓരോരുത്തരും താന്താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യണം. 1 തെസ്സലോനിക്കർ 5:21 സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചോണം. എന്താ ദൈവമക്കളെ, ഈ വ്യവസ്ഥയെല്ലാം തകിടം മറിച്ചിരിക്കുക. ഈ ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കൽ കൊണ്ട് ജനം തകർന്ന് തരിപ്പണമായി കിടക്കുക. തമ്മിൽ ഭാരങ്ങളെ ചുവപ്പിന് ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഗലാത്യർ 6:2 ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണം നമ്മൾ. അത് തമ്മിൽ സ്നേഹിക്കാനുള്ള പ്രമാണമാണ്, കോടതി കയറുന്ന പ്രമാണമല്ല. രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ട് കോടതി കയറുന്നതാണ് ഇന്ന് കണ്ടുവരുന്നത്. കൺവെൻഷന് വേണ്ടി 300 കോടി പിരിച്ചെടുത്തിട്ട് എത്ര കോടി ഇത് കൺവെൻഷന് പ്രയോജനപ്പെടും? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പറയാൻ തുടങ്ങിയ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവത്തുള്ളൂ. പുതിയ നിയമസഭ അതിൻ്റെ പ്രമാണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയ ക്രൈസ്തവ സമൂഹമാണ് ഈ ഭൂമിയിലുള്ളത്.
പുതിയ നിയമസഭ എന്താണെന്നും ആ സഭയുടെ ഉപദേശം എന്താണെന്നും ആ സഭയുടെ പഠിപ്പിക്കൽ എന്താണെന്നും ആ സഭയുടെ വ്യവസ്ഥിതികൾ എന്താണെന്നും ആ സഭ എങ്ങനെ ആയിരിക്കണമെന്നും പുതിയ നിയമസഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്നും പുതിയ നിയമസഭ ക്രിസ്തുവിന്റെ മണവാട്ടി അല്ലെങ്കിൽ കന്യകയാണെന്നും പുതിയ നിയമസഭ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ അറിയുന്നില്ലയോ, ദൈവത്തിന്റെ മന്ദിരമാണ് പുതിയ നിയമസഭ എന്നും അതിനെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ലെന്നും. ഇതൊക്കെ ആരോട് പറയാനാ? എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുതിയ നിയമസഭയാണ്, യേശുക്രിസ്തുവിന്റെ ശരീരമാം സഭയാണ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചില പ്രവാചകന്മാരാക്കി, ചില സുവിശേഷകന്മാരാക്കി, ചില ഇടയന്മാരാക്കി, ഉപദേഷ്ടാക്കന്മാരാക്കി നിയമിച്ചിരിക്കുന്നു. എന്തിനാ നിയമിച്ചത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമൃദ്ധമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ശുശ്രൂഷയുടെ വേലയ്ക്കും വിശുദ്ധമായിട്ട് യഥാസ്ഥാനമുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനുമാകുന്നു. അപ്പൊ ദൈവം ആക്കി വെച്ച ശുശ്രൂഷകന്മാരുടെ ഉപദേശം കേട്ട് ജീവിച്ചില്ലെങ്കിൽ എന്താ പറ്റും? വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ എന്തോ പറ്റും? അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായി പോകും. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം, പെന്തക്കോസ്ത് സമൂഹം ഉപദേശത്തിന്റെ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളാണ്. അവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ മതി, ഈ ലോകത്തിൽ ജീവിക്കാനുള്ള സ്വത്രം ഭൗതിക നന്മകൾ മതി. ഹല്ലേലൂയ. ഇന്നാളൊരു പാത്തർ പറയുണ്ടായി, കുവൈറ്റിൽ പോകുന്ന സഹോദരിയോട് നിന്നെ ഞാൻ അമേരിക്ക വിടാൻ പോകുന്നു. ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്. മറന്നുപോയൊരു ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഈ പറയുന്നത്. അമേരിക്കയിൽ വിടാനും ലണ്ടനിൽ വിടാനും അവിടെ വിടാനും ഒക്കെ ഇഷ്ടം പോലെ ഉപദേശിമാരും പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുമുണ്ട്. സ്വർഗരാജ്യത്ത് പോകാൻ അത് പറ്റില്ല. സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. എന്നെ കർത്താവെ കർത്താവിനെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്തിടത്തെ സ്വർഗരാജ്യത്ത് കിടക്കുന്നത്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? 1 തെസ്സലോനിക്കർ 5:13 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇതല്ലോ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം വിശുദ്ധമായിട്ട് പറയുന്നുണ്ട്. അവിടെ വായിച്ച് പഠിച്ച് ഗ്രഹിച്ചു കൊള്ളുക. വേണമെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. എനിക്ക് ആത്മാവിൽ പറയാനായിട്ട് പ്രേരണ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പ്രേരണയില്ലാത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല, വിട്ടുവിട്ടങ്ങ് പോകത്തേ ഉള്ളൂ. പ്രേരണ ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ദൈവാത്മാവ് നമ്മളെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയാണല്ലോ. തമ്മിൽ ഭാരങ്ങളെ തമ്മിൽ സമാധാനമായിരിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:13 2 പാർട്ട് മുതൽ, സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. 7:11 മത്തായി. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. ദൈവരാജ്യത്തിൽ കടക്കുന്ന ആരാണ്? പിതാവിൻ്റെ ഇഷ്ടം. അതാണ് ഈ പിതാവിൻ്റെ ഇഷ്ടം. 1 തെസ്സലോനിക്കർ 5:13 മുതൽ സ്വത്രം അതിൻ്റെ 22 വരെ എല്ലാവരും നിർത്തി വായിച്ച് പഠിച്ചോണം. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. സകല സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. സങ്കീർത്തനം പാടിയിട്ട് കർത്താവിൻ്റെ മേശ എടുത്തിട്ട് വിശുദ്ധ ചുംബനം ചെയ്യാനായിട്ട് ഈ വാക്യം വായിക്കുന്ന പാസ്റ്റർമാരെ, വിശ്വാസികളെ ശ്രദ്ധിച്ചോ. സകല സഹോദരന്മാരെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. ഇത് വായിച്ച് കേൾപ്പിച്ച് ഈ ലേഖനം പ്രസംഗിക്കണം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ പ്രസംഗിക്കണം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ പ്രസംഗിക്കണം. സഭയിൽ മരണ വീട്ടിലും സ്നാനപ്പെടുത്താനും യാത്ര അയക്കാനും അതിനും ഇതിനുമൊക്കെ പഴയ നിയമം പുതിയ നിയമം പ്രസംഗിക്കും. മരണ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അപ്പോൾ പുതിയ നിയമം, ഉയർപ്പ്, രൂപാന്തരം. കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. പ്രൊമോട്ടഡ് ഹെവൻ.
നിത്യതയിൽ, നിത്യതയിൽ, നിത്യതയിൽ. ഏത് നിത്യതയിൽ എന്നാ ഞാൻ ചോദിക്കണേ? ആരെങ്കിലും നിത്യമായി നരകത്തിൽ പോകാൻ ആഗ്രഹമുള്ളതുകൊണ്ടാണോ ഞാൻ ചോദിക്കുന്നത്? നടക്കില്ല പ്രിയമുള്ളവർ. നമുക്ക് ഈ പറഞ്ഞ് നമുക്ക് സായുജ്യമടയാം. സ്വർഗത്ത് പോയെന്ന് പറഞ്ഞ് സായുജ്യമടയാം. പോണത് വല്ലയിടത്തും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ പൊന്ന് ദൈവമക്കളെ, അവന്റെ സ്വരൂപത്തോട് അൻപരാകുവാൻ അവൻ നമ്മെ മുന്നയിച്ചിരിക്കുന്നു. ദൈവം നമ്മെ മുന്നയിച്ചത് അതിനാ. എഫേസ്യ ലേഖനത്തിലെ ഒരു വാക്യം കൂടി എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതൊക്കെ വലിയ പ്രസംഗങ്ങളായിട്ട് ഇതിൽ കിടപ്പുണ്ട്. നിങ്ങളത് കേട്ടുകൊള്ള ദൈവമക്കളെ. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോൾ എന്നടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. യൂട്യൂബിൽ കിടപ്പുണ്ട്. എഫേസ്യ ലേഖനത്തിലെ ആ വാക്യം ഞാൻ ഇതാന്ന് വായിക്കുന്നു. അത് നിമിത്തം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ പൗലോസ്, ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവങ്ങളുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതത്തിൽ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിവായി വന്നു, ഒരു മിസ്റ്ററി, ഒരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ അറിവായി വന്നിരുന്നില്ല. എന്താണ് ആ മർമ്മം? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ക്രിസ്തുവിൻ്റെ ഏക ശരീരസ്ഥരും ക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകേണ്ടതിന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞേക്കുന്നത്. ഇതൊന്നും പ്രസംഗിക്കാൻ ആളില്ല ഇവിടെ. കണ്ട ചക്കയും മാങ്ങയും തേങ്ങയ്ക്കും വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഭൗതികത്തിന് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതവർക്ക് കിട്ടിയും കൊണ്ടിരിക്കുക. താത്താൻ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുക. വീടെന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു താത്താനെ കുമ്പിട്ട് പലരും മേടിച്ചുകൊണ്ടിരിക്കുക. ഈ വിശുദ്ധ ഉപദേശങ്ങൾ പഠിച്ച് നിത്യതയ്ക്ക് കൊണ്ട് ഒരുങ്ങാൻ ഇവിടെ ആളില്ല. ഹല്ലേലൂയ. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അൻപരാകുവാൻ അവൻ നമ്മെ മുന്നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നതിന് പ്രത്യക്ഷമായില്ല. പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കുന്ന പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവരോട് സദൃശന്മാരാകും. ഈ ഒരു വെളിപ്പാടും ഈ ഒരു വചന വെളിപ്പാടും ഈ വചനത്തിൻ്റെ കാഴ്ചപ്പാടും ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം നമുക്കിടയാക്കട്ടെ. ഈ വിഷയങ്ങളെ വിട്ട് വേറൊന്നിലേക്ക് നിങ്ങൾ ആരും പോകരുത്. ഞങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുക. ദുരുപദേശം കുമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുക. നിത്യതയ്ക്കുള്ള ദർശനം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അൻപരാകുവാൻ ഞാൻ മുൻ നിയമിക്കപ്പെട്ടവനാണ്. അപ്രത്യക്ഷനാകുമ്പോൾ അവനെ പോലെ ഇരിക്കേണ്ടവനാണ് എന്നുള്ളത് വചന വെളിപ്പാടിൽ നിലനിന്നുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ചെറിയ സന്ദേശം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മാറാനാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ.